പരമേശ്വരിയെ ഉപാസിക്കുമ്പോൾ നമ്മൾ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത് ആ സുഖങ്ങളെല്ലാം മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ മാത്രം എൻ്റെത് മാത്രം, ഞാൻ മാത്രം നല്ല ഭക്ഷണം കഴിക്കും, ഞാൻ മാത്രം നല്ല വസ്ത്രം, അങ്ങനെയല്ല. എൻ്റെ ആത്മസുഖം എന്തൊക്കെയാണ് ഈ പറയുന്ന വിദ്യ ഉൾപ്പെടെ, നമ്മൾ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, ഞാൻ അറിഞ്ഞ എനിക്ക് തന്ന അമ്മ തന്ന ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ സഹോദരനും സഹോദരിക്കും കൊടുക്കണം. അവരും നന്മയിലോട്ട്. ഇതാണ് ഈ ശരിക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാർ തന്നതാണ് നമുക്കിതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഹത്പ്യോ ഋഷിപ്യോ ഗുരുപ്യോ നമ എന്ന് പറയുന്നത്. അവർക്കൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നത്, അവർക്ക് തർപ്പണം കൊടുക്കുന്നത്, അവർക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ നന്ദിപൂർവ്വമുള്ള ഒരു വാക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഋഷിമുനിമാർക്കും നമ്മുടെ പിതൃകടം, ആ ഓരോ ഋണങ്ങള്, അച്ഛനമ്മമാർക്ക്, ജനിപ്പിച്ചവർക്ക്, ഈ പറയുന്ന നമുക്ക് ഈ അറിവ് തന്നവർക്ക്, അവര് നമ്മുടെ ഗുരുപരമ്പരയാ. അപ്പൊ അവർക്ക് ആ ഒരു മഹത്തുക്കള്, നമ്മുടെ അഹംബോധത്തെ മഹത്താക്കി മാറ്റുന്നവര്, അവർക്കെല്ലാം നമ്മളൊന്ന് സ്മരിച്ച് ഒരു സെക്കൻഡ് നമ്മൾ എന്തിനെല്ലാം സമയം കളയുന്നു. അപ്പൊ അവരുടെ പാദപത്മങ്ങളില് ഒരു തുള്ളി ജലം സമർപ്പിക്കുമ്പോൾ എല്ലാവരും അദൃശ്യരായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയും എല്ലാവരും ഉണ്ട്. സൂക്ഷ്മജീവികളുണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസ്, അവരെല്ലാം ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഈ മഹത്തുക്കളുടെയും ഈ ഋഷിമുനിമാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ഈ സത്യത്തെ അവരാണ് നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് നമ്മളോട് എല്ലാവരോടും ഉള്ള സ്നേഹം. അപ്പൊ ഈ ദേവിയെ പൂജിക്കുമ്പോൾ ആത്മസുഖം കിട്ടുമെന്ന് പറഞ്ഞാല് ഈ ഒരു ഒറ്റ, അതായത് ഈ ഭാവത്തില്, അതായത് ഈ ദേവിയെ പൂജിച്ചാൽ മാത്രമേ, ഈ ഭക്തിയുടെ തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മസുഖം കിട്ടുള്ളൂ. ആത്മാവിനെ അറിഞ്ഞാലേ അതാണ് സുഖം എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അത് നമ്മുടെ ദഹരാകാശാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആത്മശാന്തി, നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടല്ല ആത്മശാന്തിക്ക് എന്താ പറയാ എള്ളും പൂവും ഒക്കെ കൊടുക്കേണ്ടത്. ആത്മശാന്തി പ്രപഞ്ചത്തിലിരുന്ന് ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ നമ്മൾ അറിയണം.